സുഹൃത്തുക്കളെ, അതിമനോഹരമായ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്താണ് നമ്മൾ. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമായ സ്കോട്ട്ലൻഡിൽ ഇവിടെ നമ്മളായിരിക്കുന്നത് മാതാവിന്റെ സജീവ സാന്നിധ്യമുള്ള ദ നാഷണൽ ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് ലൂർഡ്സ്, കാർഫിൻ, ആ സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്യാമ്പസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ദേവാലയങ്ങളുണ്ട്. ഈശോ പിറന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഗ്രോട്ടോയുണ്ട്. ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും ഈശോയും താമസിക്കുന്ന ചെറിയൊരു വീടിൻ്റെ ഒരു രൂപം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 1922 ഇവിടെ ഗ്രോട്ടോ സ്ഥാപിതമായത്. ഫാദർ തോമസ് ടൈലർ എന്ന് പറയുന്ന അച്ഛൻ അത് ആശീർവദിച്ചതാണ്. 1922 ലൂർദിലെ പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രോട്ടയാണ്. ഒരു വർഷം ഏകദേശം 70,000 തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. വളരെ മനോഹരമായ ഒരു ക്യാമ്പസാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം 70,000 പിൽഗ്രിംസാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. 365 ദിവസവും ഈ ഗ്രോട്ടോ ഓപ്പൺ ആയിരിക്കും. ഈ പ്രദേശത്തിന് വിസിറ്റേഴ്സിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. നമുക്കറിയാമല്ലോ, ഏറ്റവും പുതിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ കാർലോ അക്വിറ്റസിൻ്റെ സ്വരൂപം, മനോഹരമായ സ്വരൂപം ഇവിടെയുണ്ട്. സെന്റ് ജിയാന ബെററ്റ മോള, അറിയാമല്ലോ, തൻ്റെ ജീവൻ ബലി കൊടുത്തും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത വിശുദ്ധയുടെ സ്വരൂപമുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബെത്ലഹേമിലെ ഒരു ഗുഹ ഇവിടെ മനോഹരമായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ബെത്ലഹേമിൽ ഈശോ ജന്മം കൊണ്ട ആ കാലിത്തൊഴുത്തിൻ്റെ പ്രതീകം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവേശിച്ചതിൽ ഉള്ളിലൂടെ പോകുന്നു. നമ്മുടെ ഭിത്തിയിൽ നോക്കുമ്പോൾ ജപമാലയുടെ രഹസ്യങ്ങൾ, ഈശോയുടെ ജീവിതത്തിൻ്റെ ചരിത്രം എഴുതി വച്ചിട്ടിരിക്കുന്നു. ഇതാ അങ്ങകലെ മാലാഖ വരെയുണ്ട്. ഇവിടെ എന്ന വഴിയിലേക്ക് പുറത്തേക്ക് പോകാനുള്ളതാണ് ഇത് വഴി. ഇതാണ് ഇവിടുത്തെ ഇടവക ദേവാലയം. സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ നാമധേയത്തിലുള്ള ഇടവക ദേവാലയം. ഈ ഇടവക പള്ളിയുടെ കീഴിലാണല്ലോ ഈ ഗ്രോട്ട വരുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വരുന്ന തീർത്ഥാടകരെ ആസ്വദിക്കാനായിട്ട് വിഘ്നേശ്വര രൂപം നമുക്ക് വാങ്ങാൻ സാധിക്കും. അവിടെ അധികം തീർത്ഥാടകരില്ലാത്തത് കൊണ്ട് നമുക്കിന്ന് ഇതൊക്കെ ചുറ്റി വളരെ കറങ്ങി നടന്ന് മനോഹരമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ പതിയെ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ദേവാലയത്തിന് മുമ്പിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ തന്നെ ഭാരതത്തിൽ 2ാം അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ നാമധേയത്തിലുള്ള ചാപ്പലാണ്. ഫ്രാൻസിസ് സേവ്യറിൻ്റെ രൂപം ഇവിടെ വച്ചിട്ടുണ്ട്, മനോഹരമായ രൂപം. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. മനോഹരമായ ദേവാലയം. നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് കർത്താവിൻ്റെ കുരിശുദ്ധ രൂപം ഇവിടെയുണ്ട്. ഇതിൽ ഔസപിതാവ് ഉറങ്ങുന്ന മനോഹരമായ രൂപം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുമ്പസാരക്കൂട്ടിലേക്കാണ് പോകുന്നത്. മാതാവിൻ്റെ രൂപം, പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന രൂപം ഇവിടെയുണ്ട്. ഈ രൂപം വഹിച്ചുകൊണ്ടാണ് വിശ്വാസികൾ മാതാവിൻ്റെ തിരുനാൾ ദിവസം പ്രദക്ഷിണത്തിന് പോകാറുള്ളത്. മാതാവിൻ്റെ മറ്റൊരു രൂപം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പാട്രിക്കിൻ്റെ അതിമനോഹരമായ ഒരു രൂപം നമുക്കിവിടെ കാണാം. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് സേവ്യർ മാമോദീസ മുക്കുന്ന
അതിമനോഹരമായ രൂപം, ജീവൻ തുളുമ്പുന്ന ഒരു രൂപമാണത്. കൊച്ചുങ്ങളെ കൊണ്ട് മാതാപിതാക്കന്മാർ വിശുദ്ധ ബലിക്ക് വരുന്നതാണ് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഷ്രൈനിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിൻ്റെ ചെറിയൊരു റൂട്ട് മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, പിൽഗ്രിംസ് മാപ്പ്. മനോഹരമായ തിരുമുറ്റമാണ് ഈ ഷ്രൈനിൻ്റേത്. ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഇരിപ്പിടങ്ങളുണ്ട്. മനോഹരമായ പച്ച പരവതാനി വിരിച്ച ഗാർഡനുണ്ട് ഇവിടെ. ഏറ്റവും ആകർഷകമായി തോന്നിയത് ചപ്പുചവറുകളൊന്നുമില്ലാതെ മനോഹരമായിട്ട് ഇത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ദ കിങ്, കർത്താവിൻ്റെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൂരെ നമുക്ക് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയം, അതിമനോഹരമായ ദേവാലയം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടെ ജീവിത പങ്കാളിയെ, രോഗിണിയായ ജീവിത പങ്കാളിയെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി. അദ്ദേഹത്തിൻ്റെ ആദരം മനങ്ങുന്നുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങളുടെ അതിരങ്ങളിൽ പ്രാർത്ഥന ഉയരുന്ന ഈ സ്ഥലം എത്രയോ പാവനമാണ്, എത്രയോ വിശുദ്ധമാണ്, എത്രയോ ദൈവാനുഗ്രഹപ്രദമായ ഒരു സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത്. ഇതെന്നെ വല്ലാതെ ആകർഷിക്കുന്നു. സ്വന്തം ജീവിത പങ്കാളിയാണത്. വീൽ ചെയറിലാണ്, രോഗിണിയാണ്. ആ പങ്കാളിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി. നമുക്ക് ദൂരെ സീകൾ, പക്ഷിയെ കാണാം. ആകാശത്തിലെ പറവുകളെ നോക്കുക. അവ വിതയ്ക്കുകയോ അറപ്പറകൾ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. ഇതാ ഇവിടെ എന്തോ അവയ്ക്ക് ഭക്ഷിക്കാൻ കിട്ടിയിട്ടുണ്ട്. അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ കൃപ സ്വന്തമാകുവാൻ. ഉണ്ണിശോയെ കരങ്ങളിലേന്തിയ മാതാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ വന്ന് ഇന്ന ദിവസം ഇവിടുത്തെ വിശുദ്ധ കുർബാനയുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ഈ ഗ്ലാസ് കൊണ്ടുള്ള ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം നൽകുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ബലിയിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വിശുദ്ധ ബലി ആരംഭിക്കുന്നു. ഏതാനും തീർത്ഥാടകർ സമയമറിഞ്ഞ് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. അവരോടൊപ്പം നമുക്കും വിശുദ്ധ ബലിയിൽ പങ്കാളികളാകാം. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആളുകൾ പുറത്തേക്ക് വരുന്ന, തീർത്ഥാടകർ പുറത്തേക്ക് വരുന്ന ഭാഗമാണത്. നമ്മൾ നേരത്തെ കണ്ട ആ ദമ്പതികൾ ദേവാലയത്തിന് പുറത്തേക്ക് വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം